ഇന്ന് അല്പനേരത്തെ അനുസ്മരണം നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ജോബിനച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ തന്നെ സൂചിപ്പിച്ച പ്രകാരം ഇന്ന് ഇവിടെ നാം ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ പെരുന്നാൾ കൊണ്ടാടുന്ന ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ ചെലവഴിച്ച ഒരു ആൾ എന്നുള്ള നിലയിലാണ്. രണ്ട് പിതാക്കന്മാരെ നാം ഓർക്കുകയാണ്. ഏതാണ്ട് 2 നൂറ്റാണ്ടിൻ്റെ അകലത്തിൽ ജീവിച്ച 2 മനുഷ്യർ. ഏതൊരു വ്യക്തിയെയും നാം വിലയിരുത്തുമ്പോഴും വിശദീകരിക്കുമ്പോഴും അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം പഠിക്കുവാൻ. ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിലിരുന്നു കൊണ്ട് AI സാങ്കേതികത്വത്തിൻ്റെ ആ വലിയ വിസ്മയഭരിതമായ ഒരു ലോകത്തിരുന്നു കൊണ്ട് നമുക്ക് 18-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഈദൃശ്യമായ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു ലോകത്ത് ജീവിച്ചിരുന്ന ചില മനുഷ്യരെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു വലിയ സാഹസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയെങ്കിൽ മാത്രമേ ഈ മഹാരഥന്മാരെ പറ്റി നമുക്ക് ശരിയായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. യോശുവ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം. അപ്പോൾ യഹോവ യോശുവയോട്, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ ഇടയ്ക്ക് വെച്ച് അവരുടെ നേതാവായ വിമോചകനായ മോശയെ അവർക്ക് നഷ്ടപ്പെടുന്നു. പിന്നീട് നേതൃത്വം ഏറ്റെടുക്കുന്നത് യോശുവയാണ്. യോശുവ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹായി പട്ടണത്തിൽ വെച്ച് അപ്രതീക്ഷിതമായ ഒരു പരാജയം അവർ അനുഭവിക്കുകയാണ്. ഈ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അപഗ്രഥനം ചെയ്ത് യോശുവ വളരെ ദുഃഖിതനായിരിക്കുമ്പോൾ ദൈവം അവനോട് കൽപ്പിക്കുകയാണ്, നീ പ്രയാസപ്പെടുകയൊന്നും വേണ്ട, ഒരു ചെറിയ തോൽവി ഉണ്ടായതിൽ നീ ഭാരപ്പെടണ്ട, മറിച്ച് നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ നീ ഏന്തുക. എറിയാനല്ല, നീ ഏന്തി അവിടെ പിടിച്ചോണ്ട് നിന്നാൽ മതി. ഏന്തുക, നിനക്ക് വിജയം ദൈവം സമ്മാനിക്കും എന്ന് പറയുന്നു. വളരെ പ്രയാസം നിറയുന്ന പരാജയത്തിൻ്റെ ഒരു സ്വാദ് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ കയ്പുനീര് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് 18-ാം നൂറ്റാണ്ടിൽ ഈ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കുവാനായിട്ട് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹനായ സഭാ ജ്യോതിസ്, നാം ഇന്ന് അനുസ്മരിക്കുന്ന പുലിക്കോട്ടിൽ തിരുമേനി നിയോഗിതനാകുന്നു. ആ ചരിത്രത്തിൻ്റെ ദശാസന്ധി നാം മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തോട് പറയുകയാണ്, ഈ പറങ്കിപ്പടയുടെ അല്ലെങ്കിൽ ഈ ദേശത്തേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരുന്ന വിദേശ ശക്തികളുടെ ഈ ഒരു പ്രാരംഭ വിജയത്തിൽ നീ വിഷമിക്കണ്ട. നീ എന്ത് ചെയ്യുക, നിന്റെ കയ്യിലെ കുന്തം നീ ഏന്തുക, നിന്റെ ആയുധം നീ ധരിച്ചുകൊള്ളുക, അപ്പോൾ നിശ്ചയമായിട്ടും നിനക്ക് വിജയം ലഭിക്കും എന്ന് പറയുകയാണ്. യൂസ് യുവർ അവൈലബിൾ ഡൊമസ്റ്റിക് റിസോഴ്സ്. നിനക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആഭ്യന്തരമായ എല്ലാ റിസോഴ്സും നീ ഉപയോഗിക്കുക. യു വിൽ വിൻ. നീ നിശ്ചയമായിട്ടും വിജയിക്കും എന്ന് ദൈവം കൽപ്പിച്ച ഒരു മനുഷ്യനാണ് ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ഈ പുണ്യപിതാവ്. ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ കബറ് അല്പം കൂടെ നീളമുള്ളൊരു കബറായിരുന്നു. അപ്പോൾ ഇന്ന് പുലിക്കോട്ടിൽ യൂലിയോസ് തിരുമേനിയൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കുന്ന കാലമാണ്. ഈ ഖബറിന് അല്പം കൂടെ നീളം ഉണ്ടായിരുന്നു. ഒരു കല്ലറയുടെ രൂപത്തിൽ അന്ന് ഈ പിതാവിൻ്റെ ഖബർ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വലിയ ഊർജം, അവിടെ നിന്ന് കിട്ടിയ പ്രാർത്ഥനാ ചൈതന്യമൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നാം ഇന്ന് സ്മരിക്കുന്ന ഈ 2 ആളുകളും വളരെ പണ്ഡിത ശിരോമണികളായിരുന്നു.
ഈ കാലഘട്ടത്തെ, അവരവർ ജീവിച്ച കാലഘട്ടത്തെയും പിന്നീട് വന്ന കാലഘട്ടങ്ങളെയും വലിയ ഒരു അളവിൽ സ്വാധീനിച്ചവരുമാണ്. 8-ാം മാർത്തോമായുടെ 40-ാം ചരമദിനത്തിൽ, 7-ാം മാർത്തോമായുടെ 40-ാം ചരമദിനത്തിൽ കൂടിയ ഒരു യോഗത്തിലാണ് ഒരു തീരുമാനമുണ്ടാകുന്നത്. സഭയ്ക്ക് ചില ചിട്ടകൾ ഇനി ഉണ്ടാവണം. കാരണം പറങ്കികളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗുനംകുരിശ് സത്യത്തിന് ശേഷം ഇവിടെ കത്തോലിക്ക വിശ്വാസം ശക്തമായി പരത്തുവാനുള്ള എല്ലാ സംവിധാനങ്ങളെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ കണ്ടനാട് കൂടിയ ഈ യോഗത്തിൽ വെച്ച് തീരുമാനിക്കുകയാണ്, നമുക്ക് 2 പടുത്ത വീടുകൾ വേണം, ഒന്ന് വടക്കും ഒന്ന് തെക്കും. വടക്കും തെക്കുമായി 2 പടുത്ത വീടുകൾ ഉണ്ടാക്കാനായിട്ട് അവിടെ കണ്ടനാട്ട് തീരുമാനമെടുത്തെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് 2ഇടത്തും സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ 2ൻ്റെയും മധ്യത്തിലാണ് ഈ പടുത്ത വീട് സ്ഥാപിച്ചത്. തെക്കിൻ്റെയും വടക്കിൻ്റെയും മധ്യത്തിൽ കോട്ടയത്ത് ഈ പടുത്ത വീട് സ്ഥാപിക്കുകയാണ് ചെയ്തത്. വട്ടിപ്പണത്തിൻ്റെ പലിശ വാങ്ങിയാണ് ആദ്യം ഇത് ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, 4 വർഷം മുടങ്ങിക്കിടന്നിരുന്ന വട്ടിപ്പണത്തിൻ്റെ പലിശ 3360 രൂപ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം. റാണി ലക്ഷ്മിഭായി 16 ഏക്കർ സ്ഥലം മീനച്ചിലാറിൻ്റെ തീരത്ത് ദാനമായിട്ട് നൽകി. കൂടാതെ 20,500 രൂപ ടോട്ടൽ. ആദ്യം 500 രൂപ തന്നു, പിന്നീട് ഈ സെമിനാരിയുടെ പണിയുടെ സമയത്ത് 20,000 രൂപയും റാണി ലക്ഷ്മിഭായി നമുക്ക് സംഭാവനയായിട്ട് അക്കാലത്ത് നൽകിയിരുന്നു. കൂടാതെ പിരിച്ചെടുത്ത ഒരു 14,035 രൂപയും തിരുവല്ലായിൽ ഒരു പള്ളി കത്തിച്ചതിന് പിഴയിട്ട് കിട്ടിയ ഒരു 8,000 രൂപയും അതും ചേർത്താണ് ഈ സെമിനാരിയുടെ പണി പൂർത്തീകരിച്ചത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. 1814 കുംഭം 3-ാം തീയതി തറക്കല്ലിട്ടു. 1815 പണി പൂർത്തീകരിച്ചു. മലങ്കരയുടെ പ്രൊമത്യൂസ് എന്ന് വിളിക്കാവുന്ന ഒരു മഹാമനുഷ്യനാണ് ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത്. നമുക്ക് തന്നെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, ഈ പഴയ സെമിനാരി കെട്ടിടം, ഈ 4 കെട്ട്, അതിൻ്റെ ശില്പചാതുര്യം, അതിൻ്റെ എൻജിനീയറിംഗ് വൈഭവം, അത് എത്രമാത്രം പുകഴ്ത്തിയാലും അത് മതിയാവുന്ന രീതിയിലല്ല. ഈ 2-3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന് യാതൊരു ഭംഗവും കൂടാതെ ഭംഗിയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അത്ര വലിയ വൈഭവവും വൈദഗ്ധ്യവുമാണ്. അത് പുലിക്കോട്ടിൽ തിരുമേനിയുടെ കൈമുതലായിരുന്നു. അദ്ദേഹം ഒരു വലിയ വാസ്തുശില്പിയായിരുന്നു, എൻജിനീയറായിരുന്നു. അദ്ദേഹം ബഹുമുഖ പ്രതിഭയായിരുന്നു. നമുക്ക് ഒരു വ്യക്തിത്വത്തെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഒരു വശം മാത്രമല്ല, അതിൻ്റെ ബഹുമുഖ ഭാവങ്ങളെയും വിലയിരുത്തേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, പുലിക്കോട്ടിൽ തിരുമേനി യവന പുരാണങ്ങളിൽ വിവരിക്കപ്പെടുന്ന ഒരു പ്രൊമത്യൂസ് ആയിരുന്നു. പ്രൊമത്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രൊമത്യൂസ് ദേവലോകത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ചുകൊണ്ട് മനുഷ്യർക്ക് കൊടുത്തവനാണ്. അഗ്നി കൊണ്ടെന്ന് ഈ ലോകത്തിൽ കൊടുത്തതിന് ശേഷമാണ് മനുഷ്യർക്ക് ശരിയായ ബുദ്ധി ഉദിച്ചതെന്നും ശാസ്ത്രബോധമുണ്ടായതെന്നും സാഹിത്യപരമായ കഴിവുകളുണ്ടായെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഗ്രീക്ക് പുരാണങ്ങളിൽ വിവരിക്കുന്ന പ്രൊമത്യൂസിന് തുല്യനായ ഒരു ഋഷിവര്യനാണ് ഈ പുലിക്കോട്ടിൽ തിരുമേനി. കാരണം അദ്ദേഹം കൊളുത്തി വെച്ച അഗ്നിയാണ്, അദ്ദേഹം പകർന്നു തന്ന അഗ്നിയാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ സെമിനാരിക്കും സഭയ്ക്കും ഒരു വലിയ പ്രകാശപുഞ്ചമായി നിലനിന്നത് എന്ന് നാം ഓർക്കുക. അങ്ങനെ പരാജയഭീതിയുടെ നടുവിൽ നിന്നിരുന്ന ഒരു സഭയ്ക്ക് കുന്തമേന്തി വിജയം വാങ്ങിത്തന്ന ഒരു യോശുവയാണ് അദ്ദേഹം. 1815 മാർച്ച് 21 ഇട്ടൂപ്പുറമ്പാനെ മാർ ദിവനാസിയോസ് എന്ന പേരിൽ മെത്രാനാക്കി. യൗസേപ്പ് റമ്പാനായിട്ടാണ് അദ്ദേഹം കൂടുതൽ ശോഭിച്ചത്. കാരണം അദ്ദേഹം മെത്രാനായിട്ടിരുന്നത് കേവലം 9 മാസമേ ഉണ്ടായിരുന്നു. കൂടുതൽ ശോഭിച്ചത് അദ്ദേഹം ഇട്ടൂപ്പ് കത്തനാരായിട്ടും പിന്നീട് യൗസേപ്പ് റമ്പാനുമായിട്ടാണ്. കൂടുതൽ കാലം അദ്ദേഹം അങ്ങനെ ആയിരുന്നത്. അദ്ദേഹം മെത്രാനായത് ഒരു സാങ്കേതികത്വത്തിൻ്റെ നിർബന്ധം കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഈ വട്ടിപ്പണം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ, 4 വർഷത്തെ വട്ടിപ്പണം പലിശ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ് റെസിഡൻസിൽ നിന്ന് ഇങ്ങോട്ട് അറിയിച്ചു, ഒരു റമ്പാന്
ഇത് വാങ്ങാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഈ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ ഈ റമ്പാനെ മെത്രാനാക്കണം. അങ്ങനെയുള്ളൊരു സന്നിഗ്ധാവസ്ഥയിലാണ്, നിർബന്ധത്തിൻ്റെ, ആ സാങ്കേതികത്തിൻ്റെ നിർബന്ധത്തിലാണ് അദ്ദേഹത്തെ മെത്രാനാക്കാൻ തീരുമാനിച്ചതും മെത്രാനായതും. കുറച്ച് നാളെ അദ്ദേഹം ഒരു മെത്രാപ്പോലിത്തയായിട്ട് വിരാജിച്ചുള്ളൂ. എങ്കിലും അദ്ദേഹം ചെയ്ത നന്മകളെ നാം ഇപ്പോൾ ഓർക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യമായിട്ട് ഒരു മെത്രാനെ അംഗീകരിച്ചുകൊണ്ടൊരു രാജകീയ വിളംബരം ഉണ്ടാവുന്നത് പുലിക്കോട്ടിൽ തിരുമേനിയുടെ കാലത്താണ്. ആദ്യമായിട്ട് ഈ സഭാചരിത്രത്തിൽ ഒരു രാജകീയ വിളംബരം ഒരു മെത്രാൻ്റെ പേരിൽ ഉണ്ടാവുന്നത് പുലിക്കോട്ടിലെ ഒന്നാം തിരുമേനിയുടെ കാലത്താണ്. രണ്ടാമത്, ഇദ്ദേഹം വെക്കാത്ത മേഖലകളൊന്നുമില്ലായിരുന്നു. ഞാൻ വായിച്ചു വന്നപ്പോൾ മനസ്സിലായത്, മലയാളക്കരയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് വിലാപകാവ്യം എഴുതിയത് തിരുമേനിയാണെന്നാണ്. പരിമല തിരുമേനി ഒരു ട്രാവലോഗാണ് എഴുതിയത്. അതിൻ്റെ ഒരു സാഹിത്യശില്പം നമുക്ക് നൽകിയെങ്കിൽ പുലിക്കോട്ട് തിരുമേനി എഴുതിയത് ഒരു കാവ്യമാണ്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ മരിച്ചപ്പോൾ ആ വ്യഥയിൽ നിന്ന് ഊറി വന്ന കാവ്യമാണ്, ഒരു സുറിയാനിയിൽ എഴുതിയ കാവ്യമാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് തൊഴിയൂർ ഗ്രന്ഥപുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ സാധനം. ആ സുറിയാനിയിൽ എഴുതിയ വിലാപകാവ്യം കേരളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ ഉണ്ടാകുന്ന 1908 അതിന് എത്രയോ നൂറ്റാണ്ട് മുമ്പ് തന്നെ കാവ്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളോടും കൂടി അദ്ദേഹം ഒരു വിലാപകാവ്യം എഴുതിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. വേറൊരു കാര്യം കൂടെ അദ്ദേഹത്തെപ്പറ്റി ഓർമ്മിപ്പിക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ വായിച്ചു പോകുമ്പോൾ വളരെ കാഷ്വലായിട്ട് വിടുന്നൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒത്തിരി പേർക്ക് സർക്കാരിൽ ജോലി കിട്ടിയെന്നാണ് പറയുന്നത്. മൺട്രോ സാഹിബുമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഗാഢമായ ബന്ധത്തിലൂടെ, സ്വാധീനത്തിലൂടെ അനേകർക്ക് സർക്കാർ ജോലി ലഭിച്ചുവെന്നും, പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന പുന്നത്തറ തിരുമേനിയുടെ കാലത്ത് കുറേയേറെ ആളുകളെ സർക്കാർ സർവീസിലേക്ക് എടുത്തു എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അത് വളരെ കാഷ്വലായിട്ട് നമ്മളങ്ങ് വായിച്ചു വിടുകയാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ കാലത്ത് ഇങ്ങനൊരു മഹാമനുഷ്യ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം ഇന്ന് നമ്മുടെ ആളുകൾക്ക് ആർക്കും സർക്കാരിൽ ജോലി കിട്ടുകയില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും പിടിച്ചു വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് വെച്ചിരിക്കുന്ന എത്രയെന്നറിയോ? 80:20 അനുപാതത്തിലായിരുന്നു. 100% ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ 80% ഇസ്ലാം മതസ്ഥർക്ക് കൊടുക്കുക, ബാക്കി 20% മാത്രം ബാക്കി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും കൂടെ. എത്രമാത്രം ഒരു നീതിരഹിതമായ വ്യവസ്ഥയാണെന്ന് ഓർക്കണം. ഇവിടെ സർക്കാർ ജോലി കിട്ടാനായിട്ട് യാതൊരു മാർഗവും ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടുന്ന് പഠിച്ചേച്ച് യൂറോപ്പിലേക്കൊക്കെ പോകുന്നത്. ഇവിടെ ഇപ്പോൾ സർക്കാർ ജോലി കിട്ടാനായിട്ട് പറ്റുന്നില്ല. ലെജിസ്ലേച്ചറിലാവട്ടെ, എക്സിക്യൂട്ടീവിലാവട്ടെ, ജുഡീഷ്യറിലാവട്ടെ, 4ാം തൂണായ മാധ്യമരംഗത്താവട്ടെ, നമ്മുടെ ആളുകൾ തുലോം വിരളമായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കേരള നിയമസഭയിൽ 18 MLA വരെ ഈ നമ്മുടെ ഓർത്തഡോക്സ് യാക്കോബായ സുറിയാനി സഭയിൽ നിന്നുണ്ടായിരുന്നു എന്ന് പ്രത്യേകം ഓർക്കണം. ഇന്ന് നമുക്ക് ഉപ്പിലിടാൻ പോലും ആളിനെ കിട്ടാനില്ല. അത്രമാത്രം ക്ഷാമം ഈ മേഖലയിൽ ഉണ്ടാവുന്നു. സർക്കാർ സർവീസുകളിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും 4 സർവീസുകളിലും നമ്മുടെ ആളുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇത് നേരത്തെ കണ്ട ഒരു വലിയ ദീർഘദർശിയാണ് ഈ പറഞ്ഞ പുലിക്കോട്ടിൽ തിരുമേനിയുടെ കാലത്ത് ഇക്കാര്യം നടന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതാണ്ടൊക്കെ ചെയ്യുമെന്നും പറഞ്ഞൊരു JB കോശി കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ചിപ്പോൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെ അനക്കിയിട്ടേയില്ല. ഇനിയിപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെയും ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇത്രയും പഠിക്കാനുള്ളത്. പഠിച്ച് എന്നുവരെ പഠിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സർക്കാരിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും നമ്മുടെ അവകാശങ്ങളും വാങ്ങിച്ചെടുക്കുന്നതിൽ ഈ പുണ്യപിതാവ് ഒരു വലിയ ദീർഘദർശിയായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. കൂടാതെ ഈ പിതാവിൻ്റെ നിലപാടുകളിലെ സ്ഥൈര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. തോമസ് നോർട്ടൺ എന്ന് പറഞ്ഞ സായിപ്പ് ഇവിടെ പഠിപ്പിക്കാൻ വന്നപ്പോൾ, മൺട്രോയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കേട്ടോ തിരുമേനി. മൺട്രോ സാഹിബുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. മൺട്രോ സാഹിബ് പറഞ്ഞു, തോമസ് നോർട്ടൺ മിഷണറിയെ ഇവിടെ കുടുംബമായിട്ട് താമസിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ, കാര്യമൊക്കെ കാര്യമാണ്, സൗഹൃദമൊക്കെ സൗഹൃദമാണ്, സഭ വേറെയാണ്, അതുകൊണ്ട് ഇവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞു.
തോമസ് നോർട്ടൺ സാഹിബിനെയും കുടുംബത്തെയും കൂടി ഇവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ദയറാ കൂടെയാണ്. ഇവിടെ പെണ്ണുങ്ങളെ താമസിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. സൗഹൃദത്തിൻ്റെ പേരിലൊക്കെ തൻ്റെ ദർശനങ്ങളെയും തൻ്റെ ചിന്തകളെയും ബലി കഴിക്കാൻ ഒരിക്കലും ഈ പിതാവ് സന്നദ്ധനായിരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കുക. സഭയുടെ ഒരു ട്രസ്റ്റ് നന്നായിട്ട് കൊണ്ടുപോയ ആളാണ്. വരവ് ചെലവ് കണക്കുകൾ സഭയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അത് അങ്ങനെ തന്നെ വേണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തൊരു പിതാവാണിത്. അദ്ദേഹത്തിൻ്റെ ചരമക്കുറിപ്പിൽ അവസാനത്തെ ലാസ്റ്റ് വില്ലിൽ എഴുതി വെച്ചേക്കുന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന മുരിക്ക് കൊണ്ടുള്ള ഒരു കാപ്പപ്പെട്ടി, മുരിക്ക് മരം കൊണ്ടുണ്ടാക്കിയ ഒരു കാപ്പപ്പെട്ടി, പിന്നെ ഒരു തുപ്പൽ കോളാമ്പി, തുപ്പാനുള്ള സാധനം അത് വീട്ടിൽ കൊടുത്തേക്കാനായിട്ട്, പിന്നെ ഒരു പിച്ചാത്തി, ഒരു നാരായം. ഇതാണ് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത്. ഓർത്തു നോക്കുക ആ പിതാവിൻ്റെ ദർശനം എന്തൊക്കെയായിരുന്നെന്ന്. ഇത്രയും വലിയൊരു സഭയെ തൻ്റെ കൈക്കുടന്നയിൽ കൊണ്ടു നടന്ന ഒരു പിതാവിന് എന്തെല്ലാം വേണമെങ്കിലും ഈ കുടുംബത്തിന് കൊടുക്കാമായിരുന്നു. അതൊന്നും പറ്റുകയില്ല. അദ്ദേഹം ആ ട്രസ്റ്റിൻ്റെ നിയമങ്ങൾ അതുപോലെ പാലിച്ചു പോയ ഒരു മഹാ മനുഷ്യനാണ്. ഞാൻ പുൽക്കോട്ടി തിരുമേനിയെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവിടെ ചുരുക്കുകയാണ്. രണ്ടാമത്തെ പിതാവ് എൻ്റെ ഗുരുഭൂതനും എൻ്റെ വഴികാട്ടിയും ഇവിടെ ഇരിക്കുന്ന അനേകം അച്ഛന്മാരുടെ ഒരു വലിയ ഒരു ആരാധനാമൂർത്തിയുമായ അഭിവന്യ ഡോക്ടർ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. തിരുമേനിയെപ്പറ്റി വായിച്ചറിയുന്ന അറിവല്ല ഞങ്ങൾക്കുള്ളത്. അദ്ദേഹത്തെപ്പറ്റി ഞങ്ങൾക്ക് കണ്ട് കേട്ട് തൊട്ടറിഞ്ഞ അറിവുകളാണ്. കോരി നിറച്ച അറിവല്ല, ഊറിയിറങ്ങുന്ന അറിവാണ് ഞങ്ങൾക്ക് തിരുമേനിയെ പറ്റിയുള്ളത്. തിരുമേനിയുടെ ജീവിതം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അതിൻ്റെ ദാർശനിക തലങ്ങളിലേക്കോ അദ്ദേഹത്തിൻ്റെ വിജ്ഞാന പാരാവാരത്തിലേക്കോ അദ്ദേഹത്തിൻ്റെ ദാർശനിക പ്രപഞ്ചത്തിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അതൊക്കെ ഇവിടെ റിസർച്ച് ചെയ്യുന്നവർ കാണും. അതൊന്നും വൈജ്ഞാനിക മണ്ഡലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പടുത, ഇതൊന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തിയ കുറേ നുറുങ്ങ് കാര്യങ്ങൾ മാത്രം ഇവിടെ പങ്കുവെക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് വേണ്ടി കുന്തമേന്തിയ വേറൊരു യോശുവയാണ് ഈ അഭിവന്യ പിതാവ്. സെമിനാരിയുടെ ആധുനിക ശില്പി, വിശ്വപൗരൻ. ഞാൻ 1986 മാർച്ച് മാസത്തിലാണ് തിരുമേനിയെ നേരിട്ട് പരിചയപ്പെടുന്നത്. ഞാനൊരു സെമിനാരി വിദ്യാർത്ഥിയാകാൻ വേണ്ടി ഡൽഹിയിൽ ചെന്ന സമയത്താണ് അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നീട് ആ ബന്ധം മരണം വരെ വളരെ അനുഗ്രഹീതമായി മുന്നേറി. 1991 എനിക്ക് ശമാശപ്പട്ടം തന്നു. പിന്നെ 92 എനിക്ക് വൈദിക പട്ടവും തന്നത് പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. തിരുമേനി ഈ സെമിനാരിയിൽ താമസിക്കുമ്പോൾ വളരെ അവശനായി കിടക്കുകയാണ്. എൻ്റെ പട്ടം കൂടെ സമയത്ത് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പോലും മേല. അഭിയന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയോട് പറഞ്ഞു, പോയി ആ ഷമ്മാച്ചനൊന്ന് പട്ടം കൊടുക്കണമെന്ന് പറഞ്ഞു. തലേദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് വരാൻ പറ്റുകയില്ല, ഇവാനിയോസ് തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവാനിയോസ് തിരുമേനിയെ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ പള്ളിയിൽ. പക്ഷേ രാവിലെ അദ്ദേഹം കാറിൽ കിടന്ന് അവിടെ വരികയായിരുന്നു. എനിക്ക് പട്ടം തരാനായിട്ട് എൻ്റെ പെരുന്നാട്ടിൽ വന്ന് അദ്ദേഹം പട്ടം തന്നത് ഞാൻ ഇപ്പോഴും എത്രയോ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അത്രമാത്രം അവശനായിരുന്നിട്ടും ആ പട്ടം കുടയ്ക്ക് വേണ്ടി അദ്ദേഹം അത്രയും ശ്രമിച്ചു എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർക്കട്ടെ. തിരുമേനിയെപ്പറ്റി എൻ്റെ ചിന്തകൾ മാത്രമേ പറഞ്ഞു. തിരുമേനി കാലം ചെയ്ത ദിവസം, പിറ്റേ ദിവസം നവംബർ മാസം 25-ാം തീയതി 1996 നവംബർ 25-ാം തീയതി മലയാള മനോരമയിൽ സുകുമാർ അഴിക്കോട് എഴുതിയ ലേഖനം, അത് കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ വായിക്കണം, ഇൻ്റർനെറ്റിൽ കാണും. അത് എഴുതിയത് എങ്ങനെയാണ്? ഒരു കുലപർവ്വതം ഇടിഞ്ഞു, ഒരു പർവ്വതം ഇടിഞ്ഞു എന്നാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതുകയാണ്, മഹാനായ ആധ്യാത്മിക ചിന്തകനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹം ഒരു ശക്തി ദുർഗമോ ഒരു കുലപർവ്വതമോ ആയിരുന്നു. ഒരു വലിയ പർവ്വതം ഇടിഞ്ഞ പ്രതീതി. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ക്രൈസ്തവ വേദചിന്തകളിൽ
പ്രമാണി ശക്തവും ദൃഢവുമായ ആ ശബ്ദം എന്ന പേരിൽ അദ്ദേഹം എഴുതുന്ന ആ മനോഹരമായ ആ ലേഖനം വായിക്കേണ്ടതാണ്. അന്നത്തെ മനോരമയുടെ മുഖപ്രസംഗവും തിരുമേനിയെപ്പറ്റി തന്നെ ആയിരുന്നു. തിരുമേനി എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തനായിരുന്നു. ഇവിടെ സുകുമാർ അഴീക്കോട് എഴുതിയ പോലെ ശക്തവും വ്യക്തവുമായ ശബ്ദമായിരുന്നു തിരുമേനിയുടേത്. തിരുമേനിയുടെ സ്റ്റഡി റൂമിൽ ഡൽഹിയിൽ തിരുമേനിയുടെ കസേരയുടെ നേരെ മുമ്പിൽ ഒരു പടം ഇരിപ്പുണ്ടായിരുന്നു. അത് ഒരു കുതിരയുടെ പടമാണ്. ആ കുതിര 4 കാലയിലല്ല 2 കാലയിൽ നിൽക്കുന്ന പടമാണ്. പിൻകാലുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു പടമാണ്. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ്, ബി ബോൾഡ് ഇൻ വാട്ട് യു സ്റ്റാൻഡ് ഫോർ. നീ എന്ത് നിലപാടുകൾക്ക് വേണ്ടി നിൽക്കുന്നോ അതിൽ ഉറച്ചു നിൽക്കുക. അതായിരുന്നു തിരുമേനി. തിരുമേനി നേരെ എന്നും നോക്കുന്ന ആ കുതിരയായിരുന്നു. നേരെ മുമ്പിൽ നിൽക്കുന്നതായിരുന്നു. ബി ബോൾഡ് ഇൻ വാട്ട് യു സ്റ്റാൻഡ് ഫോർ. അദ്ദേഹം ഒരു ലാളിത്യത്തെ പ്രണയിച്ച ഉപാസിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ റൂം പോയി കാണേണ്ടിയിരുന്നു. അദ്ദേഹം ഒരു വിശ്വപൗരനാണെങ്കിൽ പോലും കൊരണ്ടിയിലാണ് അദ്ദേഹം പലപ്പോഴും ഇരുന്നുകൊണ്ടിരുന്നത്. കൊരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. ചെറിയ 3 കാലുള്ള ഒരു ചെറിയ ഒരു തടി കൊണ്ടുണ്ടാക്കി, കസേരയല്ല, അതിലൊക്കെ താണ ഒരു ചെറിയ സാധനമാണ്. അതാണ് അദ്ദേഹം തൻ്റെ മുറിയിൽ ഉപയോഗിച്ചിരുന്നത്. പരുത്തി വസ്ത്രം മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കാറ് മരണശേഷം വിറ്റപ്പോൾ കിട്ടിയത് 12,000 രൂപയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറ് വിറ്റപ്പോൾ കിട്ടിയത് കാറ് വിറ്റപ്പോൾ കിട്ടിയത് 12,000 രൂപയാണ്. അത്രമാത്രം ആ കാറ് ഒരു നല്ല കാലം വരെ അദ്ദേഹം ഡ്രൈവറെ ഉപയോഗിച്ചിരുന്നില്ല, സ്വന്തമായിട്ടാണ് ഓടിച്ചിരുന്നത്. തിരുമേനി തന്നെ ഓടിച്ചു പോകുമായിരുന്നു. ഒരു ഷമ്മാശിന് ഒരിക്കലും അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് ആരും കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും ഒരു ഷമ്മാശിനെ കൂടെ കൊണ്ടുപോയില്ല. ഒറ്റയ്ക്കാണ് എല്ലാം. ഒരു വശം തളർന്ന് അദ്ദേഹത്തിന് എഴുന്നേക്കാൻ വല്ലാതെ നിൽക്കുമ്പോഴും ഉണ്ടല്ലോ, തിരുമേനിയുടെ ബാത്റൂമിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വെക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സ്വന്തമായിട്ട് തന്നെ ചെയ്യണമായിരുന്നു എല്ലാ കാര്യങ്ങളും. അത്രമാത്രം നിഷ്ഠ ആ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പാവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരുപക്ഷെ കേരളത്തിൽ അത്രയും പേർക്ക് അറിയാൻ പാടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പാവങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ ആ അരമനപ്പള്ളിയുടെ വികാരിയാണ് അന്ന്. ഈ അരമനയിൽ കൂടി നടക്കുന്ന പിള്ളേരൊക്കെ വളരെ സാധുക്കളാണ്. ഇറച്ചിക്കട ജോലി ചെയ്യുന്ന പിള്ളേർ വരെയുണ്ട്. അപ്പോൾ അവർക്ക് നാട്ടിൽ വന്നൊരു കല്യാണം നടത്താനുള്ള ശേഷിയില്ല. അപ്പോൾ അവിടെ വെച്ചങ്ങ് കല്യാണം നടത്തും. ചെറിയ രീതിയിൽ അങ്ങ് കല്യാണം നടത്തും. അപ്പോൾ വികാരിയായി എന്നോട് പറയും, ഞാനും കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയും. പക്ഷേ അന്നേരം തന്നെ പിള്ളേർ ചോദിക്കും, അച്ഛാ തിരുമേനി ഇവിടെ ഇല്ല, തിരുമേനിയെ വിളിക്കട്ടെ. തിരുമേനി അരമനയെ താമസിക്കല്ലേ. അപ്പോൾ അരമനയെ താമസിക്കുന്ന തിരുമേനിയെ വിളിക്കാതെ എങ്ങനെയാണ് ചാപ്പലി കല്യാണം നടത്തുന്നത്? അപ്പം ഞാൻ പറയും, തിരുമേനിയെ കാണാനും നോക്കിയില്ല, നിങ്ങൾ കാണാൻ മെനക്കെടണ്ട, നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളുടെ ഒരു വെഡ്ഡിങ് കാർഡ് തിരുമേനിയുടെ ആ ബോക്സിനകത്ത് ഇട്ടേച്ചാൽ മതി, തിരുമേനി എടുത്ത് വായിച്ചോളും, പ്രാർത്ഥിച്ചോളും എന്ന് പറഞ്ഞു. തിരുമേനി ഈ വെഡ്ഡിങ് കാർഡെല്ലാം എടുത്ത് വയ്ക്കും. എന്നിട്ട് കൃത്യസമയമാവുമ്പോൾ 3 മണിക്കാണ് മിക്കാറും കല്യാണം, 3-4 മണിക്കൊക്കെ കല്യാണം ഉച്ച കഴിഞ്ഞാണ്. ആ സമയത്ത് ആരെങ്കിലും പിടിച്ചാണെങ്കിലും അദ്ദേഹം അവിടെ വന്നിട്ട് ചില കുട്ടികളെ തിരുമേനി മുട്ടിന്മേൽ നിർത്തി. കാരണം തിരുമേനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ഒക്കുകയില്ല. വീൽ ചെയറിൽ ഇരുന്ന് ഗലീലോബീതെ ചൊല്ലി കെട്ടിച്ചിട്ടുണ്ട്. 5 പൈസ പോലും വാങ്ങുകയില്ല. കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ പിള്ളേർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരെയൊക്കെ അനുഗ്രഹിച്ച് വിടുന്ന ഒരു മഹാമനുഷ്യനായിരുന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ആ ഡൽഹി ഓർത്തഡോക്സ് സെൻറ്ററിൻ്റെ മുമ്പിൽ കുറച്ച് മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന പിള്ളേരുണ്ട്. അവിടെ കുറേ ചേരി പ്രദേശങ്ങൾ, കുറേ സ്ലം അവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ ഈ മൂക്കളെ ഒലിപ്പിച്ച് നിക്കർ വിടാതെ നടക്കുന്ന പിള്ളേരെയൊക്കെ തിരുമേനി ഈ പോക്കറ്റിനകത്തോട്ട് കുറച്ച് നിലക്കടലയും വാങ്ങിച്ചിട്ടുകൊണ്ട് പിള്ളേരെ കൂട്ടി അങ്ങ് നടക്കും. അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. അവിടെ ഇപ്പോൾ അവിടെ ഒരു വലിയ സെമിത്തേരിയാണ്. നേരത്തെ അത്ര ഇല്ലായിരുന്നു, ഒരു ചെറിയ കുന്ന. അതിലേക്ക് കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോയി ഈ പീറ പിള്ളേർക്കെല്ലാം കപ്പലണ്ടി കൊടുത്ത് അവരോട് കഥയൊക്കെ പറയും. ഹിന്ദി നന്നായിട്ട് അറിയത്തില്ല, എന്നാൽ പോലും തിരുമേനി ചെയ്യായിരുന്നു. പാവങ്ങളോട് അങ്ങനെയുള്ള കരുണയുണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹിയുടെ ബോർഡർ സ്ഥലത്ത് ലാൽ കുവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ക്വാറി തൊഴിലാളികളാണ്, കല്ല് പണിയുന്നവരാണ്. പകൽ അന്തിയോളം ഈ ചൂടത്തൊക്കെ നിന്ന് പണിയുന്ന ഈ മനുഷ്യരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ വന്ന് തിരുമേനി ഡൽഹി ഗവൺമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ ചെന്ന് ഇവർക്ക് വേണ്ടി മാത്രം ഒരു സ്കൂള്, ഒരു ബാലവാടി തുടങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ മലയിലെങ്ങും വണ്ടി കയറുകയില്ല. തിരുമേനിക്കൊന്ന് പോണേ വണ്ടി കയറുകയില്ല. അപ്പോൾ എന്നോട് പറയും, അച്ഛാ സ്കൂട്ടർ എടുത്തു എന്ന് പറയും. ഈ തിരുമേനി എൻ്റെ സ്കൂട്ടറിൻ്റെ പുറകെ ഇരുന്ന് അവിടെ എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസ് ചാക്കോച്ചനാണ് കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത്.
തിരുമേനി ഈ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് ഈ മല കയറി വന്ന് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഓർത്തു നോക്കുക, ഇത്രയും വലിയൊരു മനുഷ്യൻ, വിജ്ഞാനത്തിൻ്റെ 7 ആകാശങ്ങളും കീഴടക്കിയ ഒരു മഹാമനുഷ്യൻ. മിക്കവാറും അദ്ദേഹം ഒരു ആകാശചാരിയായിരുന്നു. അങ്ങനെയുള്ളൊരു മഹാമനുഷ്യൻ ഇത്രയും താണു വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ട് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. അവസാനം മരണത്തോടടുത്തപ്പോൾ ഓണം വരികയാണ്. ഓണം ഇപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ പ്രാവശ്യത്തെ ഓണം ഒന്ന് നന്നായി ഉണ്ണണം. ഞാൻ രാവിലെ KR നാരായണൻ്റെ വീട്ടിലാണ്. അന്ന് അദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയായ KR നാരായണൻ്റെ വീട്ടിലാണ് ഞാൻ രാവിലെ. വൈകിട്ട് എന്നെ ശങ്കർ ദയാൽ ശർമ്മ വിളിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പ്രസിഡൻ്റാണ്. ഇപ്പോൾ രാവിലെ ഉപരാഷ്ട്രപതിയുടെ വീട്ടിലും വൈകിട്ട് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലുമാണ്. ഉച്ചയ്ക്ക് ഞാനിവിടെ ഉണ്ട്, അരമനയിലുണ്ട്. എനിക്കൊരു നല്ല ഊണ് തരണം. എല്ലാ ഓണത്തിൻ്റെ വിഭവങ്ങളും കൂടെ കൂട്ടി വാഴയിലയിൽ എനിക്ക് ഊണ് തരണം. നിങ്ങൾ ഓർത്ത് നോക്കുക, ആ കാലത്ത് ഡൽഹിയിലെങ്കിലും വാഴയില കിട്ടുകയില്ല. വാഴയിലെന്ന് പറഞ്ഞാൽ അവിടെങ്ങും ഇല്ല. തിരുമേനി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലൊന്നുമില്ല. ഇവിടെ ഇല്ലെന്നോ കിട്ടത്തില്ലെന്നോ ഒന്നും പറയാൻ പറ്റുകയില്ല. ഉണ്ടാക്കിക്കോണം. ഞങ്ങൾ ഫരീദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ ഒരു നമ്മുടെ മലയാളിക്ക് 5-6 വാഴയുണ്ട്. അവിടെ പോയി വാഴയുടെ കൈ വെട്ടിക്കൊണ്ട് വന്ന് തിരുമേനിക്ക് അവസാനത്തെ ഓണം, അവസാനത്തെ ഒന്നും അറിയത്തില്ല കേട്ടോ, അദ്ദേഹം വളരെ നന്നായിട്ടിരിക്കുന്നൊരു സമയമാണ്. അന്ന് എന്നോട് പറഞ്ഞതാണ് 15 പേർക്ക് എന്നോടൊപ്പം ഉണ്ണാനുള്ള സൗകര്യം ഉണ്ടാക്കി ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്തു. അന്ന് എന്തോ ഒരു വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അത് അവസാനത്തെ ഓണം ഉണ്ണലായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ ഖബറിലിരിക്കുന്ന തിരുമേനിയുടെ ഫോട്ടോ, ആ ഫോട്ടോയ്ക്ക് ഒരു ചരിത്രമുണ്ട്. മിക്കവാറും പള്ളിയിൽ നിന്നൊക്കെ വിളിച്ചു പറയും, തിരുമേനിയുടെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയും. വല്ല സുവനീറിനകത്തൊക്കെ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ തിരുമേനി മിക്കവാറും ഒക്കെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ തിരുമേനി ഈ സ്ലീബായും വടിയും പിടിച്ച പടമൊന്നും ഇല്ല. അവിടെ ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ഒരു ദാർശനികൻ്റെ ലുക്കിലിരിക്കുന്ന പടങ്ങളൊക്കെയാണ്. അതൊക്കെ ഈ സുവനീറിനകത്ത് ഇടാൻ ചില അച്ഛന്മാർക്കൊക്കെ മടിയാണ്. അപ്പോൾ ഞാൻ തിരുമേനി പറഞ്ഞു, തിരുമേനി പലരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് ചോദിക്കുന്നുണ്ട്, തിരുമേനി ഒരു സ്ലീബാ പിടിച്ച ഒരു പടം ഇവിടെ ഇല്ല, അതുകൊണ്ടൊരു പടം എടുക്കണമെന്ന് പറഞ്ഞു. അതൊന്നും അങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമായിരുന്നില്ല. എന്നിട്ട് എന്നോട് ഒരു ദിവസം കഴിഞ്ഞ് പറഞ്ഞു, അന്ന് ആരെയും വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ TR കുറിയാക്കോസ് എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫറുണ്ട്. അയാളെ വിളിച്ചുകൊണ്ട് വന്നു, ഫോട്ടോ എടുപ്പിച്ചു. ഫോട്ടോ എടുക്കാനായിട്ടിരിക്കുമ്പോൾ തിരുമേനിക്ക് ഈ ഫോട്ടോയ്ക്ക് പോസിങ്ങും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചിരിക്കാനൊന്നും പറയാനൊക്കില്ല. തിരുമേനി ഒന്നും ചിരിച്ചാട്ടൊന്നും പറയാനൊക്കില്ല, പ്രയാസമാണ്. അന്ന് ഞാൻ മുടി എടുത്തുകൊണ്ട് അവിടെ വെച്ചു, തലയിൽ വെക്കുന്ന മുടി എടുത്തുകൊണ്ട് വെച്ചു, ഇത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ അത് നിശ്ചയിക്കണ്ട, ഞാനാണ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. മുടി വേണോ വേണ്ട എന്നൊക്കെ. എന്നിട്ട് മുടിയില്ലാതെ ഈ സ്ലീബ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചെടുത്ത പടമാണ് ഇപ്പോൾ അല്പം ഫോട്ടോഷോപ്പ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. അതാണ് അവസാനം എടുത്ത ഫോട്ടോ. അത് 1996 സെപ്റ്റംബർ മാസത്തിലെടുത്ത പടമാണ്. അത്രമാത്രം ചില കാര്യങ്ങളിൽ വളരെ വളരെ നിഷ്കർഷ ഉണ്ടായിരുന്ന ആളാണ്. എന്നോട് അവസാനം പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വേണമെന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് വേണം. അപ്പം ഞാൻ ഖാൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ വലിയ സ്ഥലത്ത് പോയി ഒരു ഗ്ലാസ് വാങ്ങി. നല്ലൊരു ഗ്ലാസ്, നല്ല ക്രിസ്റ്റൽ ഗ്ലാസ്സാണ് വാങ്ങിച്ചുകൊണ്ട്. തിരുമേനിക്ക് മനോഹരമായൊരു ഗ്ലാസ് വാങ്ങിച്ചു കൊടുത്തു. ആ ഗ്ലാസ് കൊണ്ടു കൊടുത്ത് പറഞ്ഞു, അച്ഛൻ എന്നെ അറിയാം, ഇതിനകത്താന്ന് വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ് ആ ഗ്ലാസും കൊണ്ട് തിരിച്ചു. ഒരു ഗ്ലാസിൻ്റെ കാര്യമാണെന്ന് ഓർക്കണം കേട്ടോ. ഈ ഗ്ലാസും കൊണ്ട് എന്നെ തിരിച്ചു വിട്ടു. തിരിച്ച് ഖാൻ മാർക്കറ്റ് വരെ പോയിച്ച് പറഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ 10 ഇരട്ടി പെട്രോൾ കത്തിച്ചെങ്കിലേ പറ്റുള്ളൂ. ഏതാണെങ്കിലും ഗ്ലാസ് കൊണ്ട് തിരിച്ചു കൊടുത്തു. വേറൊരു കനം കുറഞ്ഞ ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനൊരു കനം കുറഞ്ഞ ഒരു ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അതും ഇഷ്ടപ്പെട്ടില്ല. അവസാനം തിരുമേനി തന്നെ കാറയിൽ പോയി അവിടുന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ചു. ഒരു ഗ്ലാസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു തിരുമേനി. ചില കാര്യങ്ങളിൽ ഭയങ്കരമായ നിഷ്കർഷയുണ്ടായിരുന്നു. അങ്ങനൊരു മനുഷ്യൻ ഇന്ന് നമ്മോടൊപ്പം ജഡപ്രകാരമില്ല. പക്ഷേ ഈ സെമിനാരിക്കും ഈ സഭയ്ക്കും എക്കാലവും അഭിമാനിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ വ്യക്തിത്വം. ഇനി ഒരുപക്ഷെ ഇങ്ങനൊരാൾ ഈ സഭയിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം വലിയൊരു ദാർശനികൻ, ഇത്രമാത്രം വിജ്ഞാനത്തിൻ്റെ ഒരു സമുദ്രം ഇനി ഉണ്ടായി വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേരും പെരുമയൊക്കെ നിലനിർത്തേണ്ടത് സഭയുടെ ആവശ്യമാണ്. ഡൽഹി ഭദ്രാസനം ഏതാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തിരുമേനിയുടെ പേരിൽ ഒരു ഇൻ്റർനാഷണൽ അവാർഡ് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്
ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ ആളുകൾക്കാണ് കൊടുക്കുന്നത്. ആദ്യ അവാർഡ് സമ്മാനിച്ചത് ദലൈലാമയ്ക്കാണ്. അന്ന് ഞാൻ അവിടെ ഉണ്ട്. ദലൈലാമ മുതൽ താഴോട്ട് ധവള വിപ്ലവത്തിൻ്റെ ശില്പിയായിരുന്ന വർഗീസ് കുര്യൻ, പിന്നീട് ബാബ ആംദെ, പിന്നെ വൈദ്യരത്നം PK വാര്യർ, ഡോക്ടർ കരൺ സിംഗ്, അരുണ റോയ്, ഡോക്ടർ, ഇനി കൊടുക്കാൻ പോകുന്നയാളുടെ പേര് ഡോക്ടർ ടെസി തോമസ്. അടുത്ത ഞായറാഴ്ചയാണ് തിരുമേനിയുടെ അവാർഡ് ഡോക്ടർ ടെസി തോമസിന്. നിങ്ങൾക്കറിയാം, മിസൈൽ വുമൺ എന്ന് വിളിക്കുന്ന ടെസി തോമസിനാണ് കൊടുക്കുന്നത്. അത്രമാത്രം ഇൻ്റർനാഷണൽ നിലവാരമുള്ള കാര്യങ്ങൾ തിരുമേനിയുടെ പേരിൽ ചെയ്യുന്നു എന്നുള്ളത് ഇവിടുത്തെ അറിയാൻ മേലാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അത്രമാത്രം വലിയൊരു വ്യക്തിത്വമാണ് ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന് ജീവിച്ചിരുന്നത് എന്നോർക്കുന്നു. ഈ രണ്ട് പിതാക്കന്മാരും സഭയുടെ ഒരു നിർണായക ഘട്ടത്തിൽ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി കുന്തമേന്തി നിന്ന യോശുവമാരാണ്. അവരുടെ ആ വ്യക്തിപ്രഭാവത്തിൽ, അവരുടെ പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ, അവരുടെ കർമ്മ ചൈതന്യത്തിൽ ഈ സഭ അനേകം അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ആ പുണ്യപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. തുടർന്നും നമുക്ക് ഈ പിതാക്കന്മാരെ പറ്റി അഭിമാനിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കും ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും